ഇന്ന് ഇന്ത്യ കളി ജയിച്ചാലും ഇന്ത്യയുടെ ഓപ്പണിംഗ് ഫ്ലോപ്പായിരുന്നു. രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ് ഓപ്പണിംഗിൽ ഇറങ്ങിയത്. എന്നാൽ കോഹ്ലി ഒരു റൺസ് എടുത്ത് ഔട്ടായി. ഈ ഒരു ഓപ്പണിംഗ് കോംബോ ഫെയിൽ ആയിരിക്കുകയാണ്. പകരം സഞ്ജു രോഹിത് ശർമ്മ ഇറങ്ങിയെങ്കിൽ അടിച്ചു കളിച്ചേനെ. ഇപ്പോഴത്തെ ഇന്ത്യ കളി ജയിച്ച ശേഷം ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അയർലൻഡ് ശരിക്കും നാണം കെട്ടു. 96 റൺസ് മാത്രമേ അവർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ബാറ്റിംഗിൽ രോഹിത് ശർമ്മ അടിച്ചു കളിച്ച് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. വേൾഡ് കപ്പിലെ ആദ്യ കളി തന്നെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീം മികച്ചവരാണ്, പക്ഷേ ഇന്ന് ഇന്ത്യ നടത്തിയത് ഫ്ലോപ്പായ ഒരു കോംബോയാണ്. രോഹിത്തും കോഹ്ലിയും ഒരിക്കലും ഓപ്പണിംഗിൽ വരരുത്. കോഹ്ലി വൺ ഡൗണിലാണ് കളിക്കേണ്ടത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല. സന്നാഹ മത്സരത്തിൽ സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കി. സഞ്ജുവിന് ഒരവസരം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സഞ്ജുവിനെ വീണ്ടും ഇറക്കണം. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും സഞ്ജുവും വന്നാൽ ഇന്ത്യ അടിച്ചു കളിക്കും. ഈ ഒരു കോംബോ സക്സസ് ആണ്, പക്ഷേ അതിന് അവസരങ്ങൾ കൊടുക്കണം. കോഹ്ലിയെ വൺ ഡൗണിൽ മാത്രമേ കളിപ്പിക്കാൻ പാടുള്ളൂ. ഇന്ത്യൻ ടീമിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. എതിരാളികൾ അയർലൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇന്ന് കളി ജയിച്ചിരിക്കുന്നത്. അടുത്ത മാച്ച് പാക്കുമായിട്ടാണ്. പാകിസ്ഥാനെതിരെ സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ കളിക്കണം. കളി ജയിച്ച ഇന്ത്യൻ ടീമിനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. IPL കോഹ്ലി ഓപ്പണിംഗിലാണ് കളിക്കുന്നതെങ്കിലും കോഹ്ലിയുടെ ബെസ്റ്റ് പൊസിഷൻ വൺ ഡൗൺ ആണ്. വൺ ഡൗണിൽ കോഹ്ലി എത്തിയാൽ അടിച്ചു കളിക്കും. കോഹ്ലിയുടെ പൊസിഷൻ മാറിയപ്പോൾ താരം ഇന്ന് ഫ്ലോപ്പായി. അടുത്ത മാച്ചിലെങ്കിലും സഞ്ജുവിന് ഒരു അവസരം കൊടുത്താൽ സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ വരും. ഇന്ന് അയർലൻഡിനെതിരെ മികച്ച കളി തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അടുത്ത മത്സരത്തിലും ഇതേ കളി ആവർത്തിച്ചാൽ ഇന്ത്യക്ക് മികച്ച വിജയങ്ങൾ സ്വന്തമാക്കാം. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ബുംറയുടെ ബൗളിംഗ് ആണ്. മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചതും ബുംറയ്ക്കായിരുന്നു. ഇന്ത്യയുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അയർലൻഡിന് സാധിച്ചില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.